ജനം സ്പെഷ്യൽ ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇഡിയെ പേടിയാർക്ക് എന്നുള്ളതാണ്. അഴിമതിക്കെതിരെ സന്ധിയില്ലാ പോരാട്ടത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ രാജ്യസുരക്ഷയെ പോലും വെല്ലുവിളിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിശാല അധികാരങ്ങൾ ശരിവച്ചിരുന്നു സുപ്രീം കോടതിയും. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ അഴിമതി മുക്ത ഭരണം ഉറപ്പാക്കേണ്ടത് ഏതൊരു കേന്ദ്ര ഭരണകൂടത്തിന്റെയും വെല്ലുവിളിയാണ്. പൊതു തെരഞ്ഞെടുപ്പ് അടുക്കവേ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് തന്നെ പറയേണ്ടി വരും. ഒടുവിലത്തെ ഉദാഹരണമായി ഡൽഹി മദ്യനയ അഴിമതി കേസിനെയും കാണാം. 9 തവണ സമൻസ് അയച്ചിട്ടും ഹാജരാകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് കടുത്ത നടപടികളിലേക്ക് ഇഡിക്ക് കടക്കേണ്ടി വന്നത്. രാജ്യത്തെ ഓരോ പൗരനും തുല്യമായ വിഭവങ്ങളും നീതിയും ഉറപ്പാക്കാൻ കുറ്റകൃത്യങ്ങൾക്ക് തടയിടുമ്പോൾ അതെങ്ങനെ തെറ്റാകുമെന്നുള്ളത് തന്നെയാണ് ചർച്ച വിഷയമാകുന്നതും. ജനം പ്രത്യേക ചർച്ച ഇവിടെ ആരംഭിക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കുമ്പോൾ അസഹിഷ്ണുത എന്തിന്? ഇന്ന് ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നവർ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ഷാബു പ്രസാദും ജനയുഗം ജനറൽ മാനേജർ ശ്രീ CR ജോസ് പ്രകാശുമാണ്. ആദ്യം ശ്രീ ഷാബു പ്രസാദിലേക്ക്. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഇഡിയോട് ഇത്രയ്ക്ക് അസഹിഷ്ണുത എന്തിനാണ്? കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്, സ്വാഭാവികമായ പ്രക്രിയകളാണ് അത് നടത്തുന്നത്. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ആരോപണങ്ങൾ വരുന്നത് എന്നതിന് നമുക്ക് അതിന് പ്രത്യേകിച്ചൊരു പ്രൊവിഡൻസ് ആവശ്യമില്ല. നമുക്ക് വളരെ അണ്ടർസ്റ്റുഡ് ആണ്. കാരണം വിമാനത്തിൽ പുക കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് ചാടുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ ഇവർക്ക് അങ്ങനെയല്ല മറ്റെന്താണ് പറയാൻ കഴിയുക? ഇതെല്ലാം പറയാൻ കഴിയും. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടാണ് എന്ന് പറയാൻ കഴിയൂ. അപ്പോൾ ആകെ പറയാൻ കഴിയുന്നത് ഇതേപോലെ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളെ പീഡിപ്പിക്കുന്നേ എന്നാണ് പറയാൻ കഴിയുക. ഇപ്പം മറ്റ് വേറൊരു കാര്യം ഒന്ന് ആലോചിച്ചു. ഇപ്പൊ അരവിന്ദ് കെജ്രിവാൾ ഇഡി അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ കൂടുതൽ ഒരു അന്വേഷണം ഞാൻ പറഞ്ഞത് കേട്ട കഴിയുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് ശ്രീ ഷാബു പ്രസാദ്. അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിൽ കൂടുതൽ ഒരു അന്വേഷണ ഏജൻസിക്കും ഒരാളെയും കസ്റ്റഡിയിൽ വെക്കാനാവില്ല. അതിനുശേഷം അവരെ കോടതിയിൽ ഹാജരാക്കണം. അവരുടെ ഇഡി കസ്റ്റഡിയിൽ എടുത്തതും ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്നതും ഒക്കെ ആരാണ്? നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയാണ്. നീതിന്യായ പീഠമാണ്. മനീഷ് സിസോദിയ കേജ്രിവാളിന്റെ മുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ കഴിഞ്ഞ ഏകദേശം 14 മാസമായിട്ട് ജയിലിലാണ്. ആരാണ് മനീഷ് സിസോദിയ ജയിലിട്ടിരിക്കുന്നത്? ജയിലിട്ടിരിക്കുന്നത് കോടതിയാണ്. ശ്രീ ഷാബു പ്രസാദ്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ചെറിയ സാങ്കേതിക തകരാറുണ്ട്. താങ്കളുടെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നില്ല. മുറിഞ്ഞു മാത്രമാണ് കേൾക്കാൻ കഴിയുന്നത്. അത് പരിഹരിക്കപ്പെടും എന്ന് കരുതാം. നമുക്ക് CR ജോസിലേക്ക് പോയതിനു ശേഷം എത്താം താങ്കളിലേക്ക്. ശ്രീ CR ജോസ് പ്രകാശ്, ഇവിടെ ഇഡിയെ രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്നാണല്ലോ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലൊന്നുമല്ല കേന്ദ്ര ഏജൻസികൾ ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നത്. സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അവർ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും അറസ്റ്റിലേക്കൊക്കെ കടക്കുന്നത്. നമുക്ക് ഇപ്പോൾ കെജ്രിവാളിന്റെ കേസ് പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. കാരണം 9 തവണ, ഏകദേശം 2023 ഒക്ടോബറിലാണ് ആദ്യ സമൻസ് അയക്കുന്നത്. പിന്നീട് തുടർന്നുള്ള ഒരു സമൻസുകൾക്കും അദ്ദേഹം ഹാജരാകാത്തത് കൊണ്ടാണ് അറസ്റ്റിലേക്ക് എത്തിയത്. ഈ അവസാന നിമിഷം ആ അറസ്റ്റിനെയാണ് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണ് എന്ന് ആരോപിക്കുന്നത്. ഇത്തരം സ്വാഭാവിക പ്രക്രിയകളെ എങ്ങനെയാണ് രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന് പ്രതിപക്ഷത്തിന് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? നമ്മൾ ഇത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണോ ഇത്? ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുന്നു. ജയിലിൽ കിടക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആക്ഷേപം എന്താ തെളിവ്? അദ്ദേഹത്തിനെതിരെ ശരത്ചന്ദ്ര റെഡ്ഡി നൽകിയ ഒരു മൊഴിയാണ്. ആരാണ് ഈ ശരത്ചന്ദ്ര റെഡ്ഡി? കെജ്രിവാളിനോടൊപ്പം തുടക്കം മുതൽ തന്നെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ജയിലിലായി. അതിനുശേഷം അദ്ദേഹം 5 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിൽ BJPക്ക് നൽകുന്നു. തുടർന്ന് ധാരാളം പണം നൽകുന്നു. 35.50
കോടി രൂപ ബി ജെ പിക്ക് നൽകുന്നു. അദ്ദേഹം മാപ്പ് സാക്ഷിയായി മാറുന്നു. അദ്ദേഹം ഫലത്തിൽ ഇപ്പോൾ പുറത്ത് സുഖമായി ജീവിക്കുന്നു. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്ത് കൊള്ള നടത്തിയാലും ബി ജെ പിക്ക് പണം കൊടുത്താൽ അവർ രക്ഷപ്പെടും. ഞാൻ ഇത്രയും സമയത്തിനുള്ളിൽ പറയാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള എത്രയോ നേതാക്കന്മാരെ, കോൺഗ്രസിൻ്റെ നിരവധി സംസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ കോടിക്കണക്കിന് രൂപ കള്ളപ്പണത്തിലൂടെ ഉണ്ടാക്കി ഒട്ടേറെ നികുതി വെട്ടിപ്പുകൾ നടത്തി അവർക്കെതിരെ ED കേസെടുക്കുന്നു. അവർ BJP-യിൽ ചേരുന്നു. അവർക്കെതിരെ ഒരു നടപടിയുമില്ല. അജിത് പവാറിനെതിരെ ഒരു നടപടി. ഞാൻ ഒന്ന് ഇടപെട്ട് താങ്കളോടൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന ഒരു റിപ്പോർട്ടാണ് ഖലിസ്ഥാൻ ഭീകരവാദി ഗുർപത്വന്ത് സിംഗ് പന്നുവിന്റെ ഭാഗത്തു നിന്ന്. അതായത് $16 മില്യൺ ആം ആദ്മി പാർട്ടിക്ക് കൈമാറിയത്. അരവിന്ദ് കെജ്രിവാൾ ചില വാഗ്ദാനങ്ങൾ നൽകി അത് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതെന്തായാലും തുടരന്വേഷണത്തിലേക്ക് കേന്ദ്ര ഏജൻസികൾ കടക്കും. ഈ മദ്യനയ അഴിമതിയിൽ നിന്ന് ലഭിച്ച കള്ളപ്പണവും ഏതു രീതിയിലാണ് വിനിയോഗിച്ചത് എന്നുള്ളത് കണ്ടതാണ്. നിയമസഭാ ഇലക്ഷനിൽ ഗോവയിലടക്കം അത് ചെലവഴിച്ചു എന്നതിൻ്റെ തെളിവുകളുണ്ട്. നമുക്ക് കേരളത്തിലേക്ക് വരികയാണെങ്കിലും ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഒക്കെ തന്നെ കൃത്യമായി കേന്ദ്ര ഏജൻസികൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം ഈ പ്രതിപക്ഷത്തെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയാണ് എന്നെങ്ങനെ പറയാൻ കഴിയും? കാരണം അതിന് ഉതകുന്ന തെളിവുകൾ ED-യുടെ ഭാഗത്തുണ്ടല്ലോ. അതുമാത്രമല്ല, നമുക്കറിയാം അത് കൃത്യമായി അന്വേഷണം ആരംഭിച്ചു കഴിയുമ്പോൾ എല്ലാം ഗുരുതരമായ സ്വഭാവത്തിലേക്ക് നീങ്ങുന്ന കാര്യമാണ്. വെറുതെ നമുക്കൊരു നാടകം കളിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പടച്ചുവിടുന്ന ചില കഥകളാണെങ്കിൽ അത് തെളിവുകളിലേക്ക് കടക്കില്ലല്ലോ. ഞാൻ ചോദിച്ചത് കേൾക്കാത്തതാണോ കേട്ടില്ലെന്ന് നടിക്കുന്നതാണോ? ഞാൻ പറഞ്ഞത് ഈ കേസിൽ ഉൾപ്പെട്ട ശരത്ചന്ദ്ര റെഡ്ഡി ഇപ്പോൾ എങ്ങനെ പ്രതിയല്ലാതായി മാറി? അദ്ദേഹം നൽകിയ 35 കോടി രൂപ BJP-യുടെ അക്കൗണ്ടിൽ വന്നില്ലേ എന്നാ അതിനെക്കുറിച്ച് നിങ്ങൾ പറയാത്തത്? 16,000 കോടി രൂപയാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളിൽ നിന്നും BJP പിരിച്ചെടുത്തത്. BJP അല്ല, ഇലക്ട്രൽ ബോണ്ടിലൂടെ. അതിൽ 8,500 കോടി രൂപ BJP-യുടെ അക്കൗണ്ടിൽ വന്നതാണ്. ഏതാണ്ട് 50%-ലധികം. 100 കോടിക്കപ്പുറം രൂപ BJP-ക്ക് നൽകിയ മേഘ എഞ്ചിനീയറിംഗ് 669 കോടി രൂപ. ഒരു കമ്പനി നൽകിയ പണമാണ്. MKJ ഗ്രൂപ്പ് 393 കോടി രൂപ. കിക്ക് സപ്ലൈ ചെയിൻ 375 കോടി രൂപ. ഞാൻ ആ പട്ടിക വായിക്കുകയല്ല. അപ്പം 100 കണക്കിന് കോടി രൂപ BJP-യുടെ അക്കൗണ്ടിൽ വരുന്നു. BJP പണം കൊടുത്ത് മറ്റ് പാർട്ടിക്കാരെ വിലയ്ക്ക് വാങ്ങുന്നു. അതിന് വഴങ്ങാത്ത BJP-ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ED-യെ ഉപയോഗിച്ച് വേട്ടയാടുന്നു. വേട്ടയാടുക എന്നല്ലാതെ ഇതിനെന്താ മറുപടി പറയേണ്ടത്? ഞാൻ ചോദിച്ച ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഈ 2-3 കാര്യങ്ങൾക്ക് എന്നോട് ചോദിക്കുന്നതോടൊപ്പം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. ഈ 2-3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയൂ. 8,000-ലധികം കോടി രൂപ BJP-യുടെ അക്കൗണ്ടിൽ വന്നത് ശരിയോ തെറ്റോ, ഇത് നിയമപരമാണോ എന്ന് പറയണം. ശരത്ചന്ദ്ര റെഡ്ഡിക്ക് ഇടയിൽ നിന്ന് പണം വാങ്ങിയതിൻ്റെ സാഹചര്യം എന്താണ്? എങ്ങനെയാണ് അദ്ദേഹം കേസിൽ നിന്ന് ഒഴിവായത്? ഏതാണ്ട് 41 സ്ഥാപനങ്ങളിൽ ED റെയ്ഡ് നടത്തി. ആ 41 സ്ഥാപനങ്ങളിൽ നിന്ന് BJP-ക്ക് കിട്ടിയത് 2,741 കോടി രൂപ. സമയം തരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ മുഴുവൻ ലിസ്റ്റ് വായിക്കാം. ED റെയ്ഡ് നടത്തുക, അതിൻ്റെ പിന്നാലെ അവർ പണം BJP-യുടെ അക്കൗണ്ടിൽ എത്തിക്കുക, അവരെല്ലാം നല്ല പിള്ളവരായി മാറുക, അവർക്കെതിരെ ഒരു കേസില്ലാതായി മാറുക. ഇതിനെ വേട്ടയെന്നല്ലാതെ, വേട്ടയാടലെന്നല്ലാതെ എന്താണ് ഒരു പേര് പറയേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയൂ. ശരി, ശ്രീ ഷാബു പ്രസാദ്, അങ്ങനെയാണോ? രക്ഷപ്പെടൽ തന്ത്രം പയറ്റാനാണെങ്കിൽ BJP-യിലേക്ക് ചേരുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ED-യുടെ ആക്രമണത്തിന് ഇരയാകും എന്നാണ് ആരോപണം വരുന്നത്. അത്തരത്തിലാണോ ഭാരതത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത്? ഇവിടെ ഇവിടെ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച പണത്തിന്റെ കണക്കുകളൊക്കെ ഇവിടെ പറഞ്ഞു. ഇപ്പൊ എന്റെ ഇത് ഓഡിയോ ഒക്കെയാണ്, വ്യക്തമാണ്, തുടരാം. ഓക്കെ. അപ്പോൾ BJP ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് ഇലക്ട്രൽ ബോണ്ട്. ഇപ്പൊ കോടതിയുടെ നിലപാട് വ്യത്യസ്തമാണ്, അത് അവിടെ ഇരിക്കട്ടെ. നിയമപരമായി തന്നെ കൊണ്ടുവന്ന
നിയമം പാസ്സാക്കി കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഇലക്ട്രൽ ബോണ്ട്. സ്വാഭാവികമായിട്ട് തന്നെ BJP അതിനെ പ്രോത്സാഹിപ്പിക്കും. BJPക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ ഇലക്ട്രൽ ബോണ്ട് വഴിയാകണം എന്ന് നിഷ്കർഷിക്കും. അതുകൊണ്ട് തന്നെ BJPക്ക് കൂടുതൽ അതിൻ്റെ അകത്ത്, പിന്നെ രാജ്യം ഭരിക്കുന്ന വൻഭൂരിപക്ഷത്തോടെ രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ്. അതേപോലെ 17ഓളം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന കക്ഷിയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷി, രാഷ്ട്രീയ കക്ഷിയാണ്. അപ്പോൾ അതിനാനുപാതികമായി തന്നെയായിരിക്കും BJPക്ക് ലഭിക്കുന്ന ജനപിന്തുണയും അതുപോലെ ഫണ്ട് സമാഹരണത്തിന്റെ ക്വാണ്ടവും എല്ലാം അതിനനുസരിച്ച് തന്നെയായിരിക്കും. ശരി, CPI ഒന്നും വാങ്ങിയിട്ടില്ല. ജനകത്തിന്റെ അദ്ദേഹം പറഞ്ഞു CPI ഇലക്ട്രൽ ബോണ്ട് വഴി പൈസ വാങ്ങിയിട്ടില്ല, CPIയും CPM-ഉം. പക്ഷേ ഇവർ പ്രധാനമന്ത്രിയാക്കാനും ജയിപ്പിക്കാനും നടക്കുന്ന കോൺഗ്രസ് അവരെത്ര കോടി രൂപ വാങ്ങി? DMK, ഒരു സംസ്ഥാനത്ത് മാത്രം ഭരണമുള്ള DMK എത്ര, അതും ഇവിടെ ഒരുപാട് അവിശുദ്ധ സംശയകരമായ ബന്ധങ്ങളുള്ള സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് എത്രയോ കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അവർ വാങ്ങി. അങ്ങനെ ഈ രാജ്യത്തെ കാര്യം, ഈ കോടതി ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നത് വരെ ഈ രാജ്യത്ത് നിയമപരമായി രാജ്യത്തെ രജിസ്ട്രേഡ് രാഷ്ട്രീയ കക്ഷികൾക്ക് സമാഹരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു ഇത്. ഇനി ഒരു കാര്യം പറയട്ടെ, ഇലക്ട്രൽ ബോണ്ട് വരുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ CPI അടക്കമുള്ള രാജ്യത്തെ ഒരു രാഷ്ട്രീയ കക്ഷികളും സംഭാവനകൾ വാങ്ങിയിട്ടില്ലേ? ഒരാളെടുത്തൊന്നും സംഭാവന വാങ്ങാതെയാണോ CPI ഇവിടെ നടക്കുന്നത്? അവരുടെ സംഭാവനയുടെ വിശദ വിവരങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാമോ? ഈ സത്യത്തിൽ ഈ ബക്കറ്റിലേക്ക് കാശുണ്ടാക്കുന്നത് ശുദ്ധമായ കള്ളപ്പണം വെളുപ്പിക്കലല്ലേ? അങ്ങനെ എവിടെ നിന്നെല്ലാം ആരെല്ലാം പൈസ വന്നിരിക്കുന്നു, കഴിയുന്നത്ര അതിനൊരു ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം കൊണ്ടുവന്നത്. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ നിന്ന് അക്കമിട്ട് എണ്ണി പറയുന്നു, ഇത്ര രൂപ ഇന്നയാൾക്ക് കൊടുത്തു, ഇന്ന കമ്പനി അല്ലെങ്കിൽ ഇന്ന വ്യക്തി ഇന്ന പാർട്ടിക്ക് കൊടുക്കുന്നു എന്ന് ഇദ്ദേഹത്തിന് ഇവിടെ ഇരുന്ന് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അത് കൃത്യമായി അക്കൗണ്ടിൽ കൂടെ വന്നതുകൊണ്ടും അതിന് രേഖകൾ ഉള്ളത് കൊണ്ടുമാണ്. അതേസമയം ഇവര് പോയി ബക്കറ്റ് കിട്ടി മേടിക്കുന്ന കാശിന് രേഖയില്ല, ഒന്നുമില്ല. അതാർക്കും ചെയ്യാം, അക്കൗണ്ടബിളുമല്ല, ആൻസറബിളുമല്ല. അതല്ല ഇവിടെ. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി ഇത് ഇവിടെ പറഞ്ഞു അതെങ്ങനെ പേര് ഞാൻ വിട്ടുപോയി, എങ്ങനെ മാപ്പുസാക്ഷിയായി, എങ്ങനെ പ്രതിയില്ലാതായി? സുഹൃത്തെ, താങ്കൾ ഒരു പത്രപ്രവർത്തകനല്ലേ? ഒരു പ്രതിയെ മാപ്പുസാക്ഷിയാക്കാൻ അന്വേഷണ ഏജൻസി വിചാരിച്ചാൽ മാത്രം പറ്റുമോ? അത് കോടതി അംഗീകരിക്കണം. കോടതിയാണ് ഒരാളെ മാപ്പുസാക്ഷിയാക്കി പ്രഖ്യാപിക്കുക, തീരുമാനിക്കുക. എന്താണ് മാപ്പുസാക്ഷിയാക്കുന്നത്? മാപ്പുസാക്ഷിയാക്കുന്നത് ആ കൃത്യത്തിൽ ഇൻഡയറക്റ്റായി മാത്രം, നേരിട്ട് പങ്കില്ലാതെ ഇൻഡയറക്റ്റായി മാത്രം പങ്കുള്ള ആൾ അയാൾ നടത്തുന്ന കുറ്റസമയം എനിക്കിത് സംഭവിച്ചിട്ട് പോയി, ഞാൻ ഇതിന് മാപ്പ് ചോദിക്കുന്നു, ഞാൻ ഇനിയും വേണ്ട, ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കാൻ, അന്വേഷണ ഏജൻസികളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അവർ രേഖാമൂലം നൽകുന്ന ഉറപ്പിന്റെ പുറത്ത് അത് കോടതി തീരുമാനിക്കുന്നതിന് പ്രകാരം മാത്രമേ ഒരാളെ അപ്രൂവറാക്കാൻ കഴിയുള്ളൂ, മാപ്പുസാക്ഷിയാക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഈ രാജ്യത്തിന്റെ നിയമമാണത്. അതുകൊണ്ട് അത് വിടുക. പിന്നെ മറ്റൊരു ആരോപണം പറയുന്നത്, മേഘ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് BJPക്ക് പൈസ കൊടുത്തു, അവർക്ക് കരാറ് കിട്ടി, മറ്റവർക്ക് കരാറ് കിട്ടി. എങ്ങനെയാണ് ഈ രാജ്യത്ത് നിർമ്മാണ കരാറുകൾ നൽകുന്നത്? നിർമ്മാണ കരാറുകൾ നൽകുമ്പോൾ ഇവർ എത്ര രൂപ തന്നു എന്ന് നോക്കിയിട്ടാണോ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഈ രാജ്യത്ത് ഓപ്പൺ ടെൻഡറിലൂടെയാണ് ടെക്നിക്കൽ ബിഡും ഫൈനാൻഷ്യൽ ബിഡും ക്വാളിഫൈ ചെയ്ത് സുതാര്യമായ ഓപ്പൺ ടെൻഡറിലൂടെയാണ് കമ്പനികൾക്ക് കരാറുകൾ കിട്ടുന്നത്. അല്ലാതെ ഇവിടെ കേരളത്തിൽ നടക്കുന്നത് പോലെ കൺസൾട്ടൻസി ഏർപ്പാടല്ല. ആരെ വിളിക്കുന്നത് ഓപ്പൺ ടെൻഡറാണത്. ആർക്കും ഈ രാജ്യത്തെ ഏത് പൗരനും പരിശോധിക്കാവുന്ന ഓപ്പൺ ടെൻഡറിൽ കൂടെയാണ് ഈ രാജ്യത്ത് കരാറുകൾ കൊടുക്കുന്നത്, കരാറുകൾ കിട്ടുന്നതും. അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ നിമിഷം അത് റൈസ് ചെയ്യാൻ പറ്റും, ആർക്കും, പങ്കെടുക്കുന്ന ആർക്കും. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കേരളത്തിൽ ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റിക്ക് ടെൻഡർ കിട്ടിയിട്ടുണ്ട്. അവർ തലപ്പാടി മുതൽ കണ്ണൂർ വരെയുള്ള ഹൈവേ പണിയുന്നത് ഊരാളുങ്കലാണ്. അവർ എത്ര രൂപ കൊടുത്തു BJPക്ക് കൈക്കൂലി കൊടുത്തിട്ടാണോ ഊരാളുങ്കലിന് ടെൻഡർ കിട്ടിയത്?
എന്തൊക്കെ എന്തൊക്കെ വിവരക്കേടാണ് എനിക്ക് പറയുന്നത്. സ്വാഭാവികം നമുക്ക് മനസ്സിലാകും. പിന്നെ മറ്റൊരു ഇന്നത്തെ രസകരമായ മറ്റൊരു കാര്യമുണ്ട്. ഇന്നത്തെ മനോരമയുടെ ഒരു എഡിറ്റോറിയൽ ഉണ്ട്. ആ എഡിറ്റോറിയൽ പറയുന്ന ഒരു കണക്ക് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. കോൺഗ്രസിന്റെ ഭരണകാലത്തും പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടിയിട്ടുണ്ട് ഈ അന്വേഷണ ഏജൻസികളെ വെച്ച്. അന്ന് അത് പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടി പ്രപ്പോർഷൻ 65% എങ്കിൽ ഇപ്പോൾ BJP ഭരണകാലത്ത് പ്രതിപക്ഷ കക്ഷികളുടെ ആ പ്രപ്പോർഷൻ എന്നുള്ളത് 95%, 30% വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. അതൊരു രീതിയാണ് എന്നാണ് ഇവരുടെ മനോരമ പറയുന്നത്. അതായത് നിങ്ങൾ വേണം, ഞങ്ങൾ 65% ചെയ്തിട്ടുണ്ട്, നിങ്ങൾ 65% വരെ ആയിക്കോളൂ, 66% അത് അന്യായമാണ്. ഇതല്ലേ അവർ പറഞ്ഞു വെക്കുന്നത്, പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത് അതായത് എന്താ പറഞ്ഞാലല്ലോ, എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ സമനില തെറ്റിയ ഒരവസ്ഥയിൽ ഉണ്ടാകുന്ന ആ ഒരു അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇതുപോലെയുള്ള വിഡിത്തങ്ങൾ പുറത്തു വരുന്നത്. ജോസ്, അങ്ങനെയാണോ? അതായത് അന്വേഷണം നേരിടുമ്പോൾ ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെ പഴിപറയുക. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ സുധാകർ റെഡ്ഡിയിൽ നിന്നാണ് ഈ മദ്യനയ അഴിമതി എത്രത്തോളം വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതിൽ ഒരു ഏകദേശ രൂപം പോലും കെ കവിതയിലേക്ക് എത്തുന്നവരെ തെളിഞ്ഞത്. ഇതിന്റെ വേരുകൾ തെന്നിന്ത്യയിൽ അടക്കം എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കോടികളുടെ അഴിമതി പണം ഏതൊക്കെ രീതിയിലാണ് വിനിയോഗിച്ചത് എന്നുള്ളതും. അതുകൊണ്ട് ഒരാൾ മാപ്പുസാക്ഷി ആയതുകൊണ്ട് അല്ലെങ്കിൽ മാപ്പുസാക്ഷിയാക്കി BJP രക്ഷപ്പെടുകയാണെന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ ഒരു മാപ്പുസാക്ഷിയിൽ നിന്ന് ഇതിലെ കണ്ണികളിലേക്ക് കൃത്യമായി എത്തി എന്നുള്ളത്. എന്തുകൊണ്ടാണ് പിന്നീടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് അന്വേഷണത്തെയും നേരിടുക, അതിൽ എന്തെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ ആയുധമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രയോഗിക്കുന്നതെങ്കിൽ അത് സുതാര്യമായ അന്വേഷണത്തിലൂടെ വെളിയിൽ വരുമല്ലോ. എന്തുകൊണ്ടാണ് 9 തവണ സമൻസ് അയച്ചിട്ടും അരവിന്ദ് കെജ്രിവാൾ ഹാജരാകാത്തത്? അതിന് മറുപടി നൽകുന്നതേയില്ല. പക്ഷേ ഏറ്റവും ഒടുവിലായി അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, കസ്റ്റഡിയിലേക്ക് വരെ പോവുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കേന്ദ്ര ഏജൻസികളെ എന്ന് ആവർത്തിക്കുന്നതിനോടൊപ്പം സുതാര്യമായ അന്വേഷണത്തിന് അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യലിനൊക്കെ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു മറുപടിയിലേക്ക് എത്താത്തത് പ്രതിപക്ഷം. ഇതാരാണ് സുതാര്യമായ അന്വേഷണം നടത്തുന്നത്? EDO? ഇപ്പോഴത്തെ ഇന്ത്യയിലെ EDO ആണ് സുതാര്യമായ അന്വേഷണം നടത്തുന്നത്. ശരത്ചന്ദ്ര റെഡ്ഡി ജയിലിലായി. അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ കർശനമായിട്ട് ഗവൺമെൻറ് എതിർത്തു. അദ്ദേഹം BJPയുടെ ബോണ്ട് വാങ്ങി കോടിക്കണക്കിന് രൂപയുടെ. അതിനുശേഷം കോടതിയിൽ കേസ് വന്നപ്പോൾ ജാമ്യാപേക്ഷയെ എതിർത്തില്ല. ശ്രീ ഷാബു പ്രസാദ് നടത്തുന്നതിനെയാണല്ലോ താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. താങ്കൾക്ക് നമ്മുടെ മാസപ്പടി വിവാദത്തിൽ SFIOയുടെ അന്വേഷണത്തിൽ അത്തരത്തിലുള്ള സംശയങ്ങളുണ്ടോ? കാരണം SF സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലേക്ക് എത്തുന്നത് വരെയുള്ള നാൾ വഴികൾ താങ്കൾക്ക് കൃത്യമായി അറിയാമായിരിക്കുമല്ലോ എങ്ങനെയാണ് എത്തിയെന്നുള്ളത്. അതിൽ യാതൊരു ഇടപെടലും രാഷ്ട്രീയ ഇടപെടലും ഇല്ലായിരുന്നല്ലോ. അതിനുശേഷം മതിയല്ലോ മാസപ്പടിയിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞത് അതെ, ഇപ്പോൾ ഈ മാപ്പുസാക്ഷിയിൽ മാത്രമായി നിൽക്കുകയാണ്. EDയെ ഇവിടെ ആർക്കാണ് പേടി എന്നുള്ളതിൽ വരുമ്പോൾ എങ്ങനെയാണ് റെഡ്ഡി മാപ്പുസാക്ഷിയായത് എന്നുള്ളത് മാത്രമായി ഒതുക്കുകയാണ്. അതെ, അല്ല ഞാൻ പറഞ്ഞ കാര്യം എന്താ നിങ്ങൾ കേൾക്കാത്തെ? അദ്ദേഹം 35 കോടി രൂപ BJPക്ക് കൊടുത്തോ? ഇലക്ട്രൽ ബോണ്ട് വഴി മറ്റ് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും കൈപ്പറ്റിയിട്ടുണ്ട് തുക. അതിന്റെയൊക്കെ ഈ ലിസ്റ്റ് വരുമ്പോൾ ഏറ്റവും വലിയ ഭരണകക്ഷിയായ BJPയോടൊപ്പം താഴോട്ട് തന്നെ ലിസ്റ്റ് പോകുന്നുണ്ടല്ലോ. കൃത്യമായി തന്നെ ഇവരെല്ലാം കൈപ്പറ്റിയ തുക. ഇതിൽ BJP മാത്രം പ്രതികൂട്ടിലാക്കിക്കൊണ്ട് വിമർശിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങൾ ശരിയാകുക? അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറയണ്ടെങ്കിൽ ഞാൻ നിർത്താം. നിങ്ങൾ CPI CPM കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ഒരു നന്മയെ അംഗീകരിക്കണം. 2017 ഇലക്ടറൽ ബോണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ നിയമമാകുന്നതിന് വേണ്ടിയുള്ള ബില്ല് വന്നപ്പോൾ അന്ന് CPIയും CPMഉം ഇതിനെ എതിർത്തു. SBIയുടെ പ്രത്യേക അക്കൗണ്ട് എടുക്കണം, അവർക്ക് ഓരോ പാർട്ടിക്കും അവരുടെ അക്കൗണ്ടിൽ പണം വരണമെങ്കിൽ അവർ ഈ അക്കൗണ്ട് എടുത്തില്ല.
നിങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനകത്ത് CPI-യും CPM-ഉം എടുത്ത ഒരു നിലപാട് ഞാൻ ഒന്നുകൂടി ഇടപെട്ടുകൊള്ളട്ടെ. താങ്കൾ ഇപ്പോൾ ഈ നന്മയുടെ കാര്യം പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ടിനെ എതിർത്ത തീർച്ചയായിട്ടും CPI-യും CPM-ഉം കൂടെ കണക്കിന് കോടി രൂപ. താങ്കൾ ഇലക്ട്രൽ ബോണ്ടിനെ എതിർത്ത CPI-യുടെയും CPM-ന്റെയും നന്മയുടെ കാര്യം പറഞ്ഞല്ലോ. ഈ സ്പോൺസർഷിപ്പിലൂടെ നവകേരള യാത്രയിൽ വാങ്ങിയപ്പോൾ ഈ നന്മ ബാധകമല്ലായിരുന്നു. വലിയ മുതലാളിമാരിൽ നിന്ന് ടാക്സ് വെട്ടിക്കാനുള്ള തുക ഉതകുന്ന രീതിയിൽ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയല്ലോ. അപ്പോൾ ഈ നന്മ വേണ്ടായിരുന്നോ കേരളത്തിൽ? അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് കരുതുന്നു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.